ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടെ പട്ടികളെ. ശരിക്കും പ്രതീഷിന്റെ വോയിസ് ന്യൂബോയുടെ വോയിസ് ഭയങ്കര ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ട്. പഴയകാല ശബ്ദമായിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ ബേസ് ഉള്ള ശബ്ദമാണ്. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോവാണ്. ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറേക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എലി ഒരു കാര്യമില്ലെന്ന് തന്നെ ഹേർട്ട് കിട്ടും. ജോലി കിട്ടിയ എത്ര ശമ്പളം? നല്ല ശമ്പളം കിട്ടിയ എപ്പ കല്യാണം? അതുക്കും മേലെ എന്നെ കണ്ടുപിടിച്ച് തൂക്കൂടെ ശബ്ദം പോട്ടിരിക്കാം. സത്യവാൻ. അയ്യോ സാറേ, ഞാനിവിടെ ഒന്നും പോയിട്ടില്ല. എന്റെ പേര് ജോസഫ് കുരുവിള. ഇതാണ് എന്റെ നാട്. ചിഞ്ചു. അളയില ഉമ്മ എന്തല്ല, ഇത് ഞാനാ. എന്ത് തുറക്കടാ രാധേ, ഞാനറിഞ്ഞു നീ ഇതിനകത്തുണ്ടെന്ന്. എന്റെ അമ്മ പക്ക. ഡോർ അടച്ചിട്ട് റൂമിനകത്തിരുന്നിട്ട് ഇതേപോലെ ഓരോ വോയിസസ് പ്രാക്ടീസ്. അപ്പൊ അമ്മ പുറത്തിരിക്കും, അവൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാരും ഉറങ്ങി കഴിയുമ്പോഴാണ് ഞാൻ ചെയ്യുക. അപ്പൊ അവർ വളരും. ഫ്ലവേഴ്സ് സ്വിച്ച് ചെയ്തപ്പോ പെട്ടെന്ന് അതിൽ ഞാൻ എന്താ പറയുക, ആരും കണ്ടില്ല, പോയി. അപ്പോൾ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രോഗ്രാം വരുന്നുണ്ട്, കണ്ടിട്ട് പറയണം. അൺഫോർച്ചുനേറ്റ്ലി ആ എപ്പിസോഡ് എനിക്ക് കാണാൻ പറ്റിയില്ല. കറണ്ട് പോയി. അയ്യോ, മൊത്തം നെഗറ്റീവാണ്. ന്യൂബോൾഡ് ഇപ്പോഴത്തെ വോയിസ് എന്തെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ? ഞാനാകെ തകർന്നിരിക്കുകയാണ് ഋഷികേശ്. ആരെ പേരിട്ടത്? ബാംഗ്ലൂർ ഡേയ്സ് ആ ഒരു സമയത്തൊക്കെയുള്ള ഒരു ശബ്ദം. ആ ഒരു ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇങ്ങനെ പതിഞ്ഞിട്ട്. That is because after a great consideration, I came to the conclusion that social delusion was a great botheration to the Indian nation whose occupation was cultivation and irrigation. ഇപ്പൊ പക്രു ചേട്ടൻ ഈ ഇന്റർവ്യൂല് വന്നിരിക്കുന്നു. ഒരുപാട് സന്തോഷം ശരിക്കും ഈ ഒരു ഇന്റർവ്യൂവിന് വരാൻ പറ്റിയതില്. പെട്ടെന്ന് പ്രതീക്ഷ സ്വിച്ച് എന്തോ ആ സമയത്ത് പക്രു ചേട്ടൻ്റെ അങ്ങനെ വോയിസ് ആരും ചെയ്യാതിരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അതൊക്കെ കൂടുതൽ ആളുകളിലേക്ക് സ്ട്രൈക്ക് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിനും അത് കണ്ണു നിറയിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു. ഹായ് പ്രതീഷ്. ഹായ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഓക്കെ, അപ്പം പ്രതീഷിൻ്റെ ഒരു മെയിൻ ഐറ്റം, അതായത് എല്ലാവരും നമ്മളും ഷോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് സ്പോട്ട് ഡബ്ബിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി നമ്മൾ കുറച്ച് വീഡിയോസ് പ്ലേ ചെയ്യാം. അത് പ്രതീക്ഷ സ്പോട്ട് ഡബ് ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, തുറക്കടാ രാധേ, ഞാനറിഞ്ഞു നീ ഇതിനകത്തുണ്ടെന്ന്. നിന്റെ ഗജേട്ടനെ വിളിക്കുന്നേ, ഇറക്കി വിടറാ അവളെ. തുറക്കടാ, തുറക്കാൻ തുറക്കല്ലേ പറഞ്ഞ്. എൻ്റെ പെണ്ണ വിടറാ, ഇറക്കി വിടറാ. അവളെ കൊണ്ടേ ഞാൻ പോവും. ഇതിനകത്ത് കയറിയ താൻ്റെ തല പൊട്ടിത്തെറിപ്പിക്കല്ലേ. പൊട്ടിത്തെറിക്കടാ. അവളില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ ഈ തല? തുറക്കടാ. മര്യാദക്ക് ഒരു കേക്കില്ലേ, തുറക്കാ. நான் எப்படி நடிக்கேன்? என்கிட்ட நடிச்சு காட்டுறியா மாவோட? உனக்கு தைரியம் இருந்தா என்ன சுட்டிடாது. என்ன சொல்றா பெருமாள் சத்தியமா அந்த 5 கொலை எந்த தப்பு பண்ணல. பண்ணதே நான் தான். இனி வெளிவிடுறீங்க சார். அம்பிய வெளிவிடுறா. என்ட்ரிடா. எம்ஜிஆர் பார்த்துருக்க, சிவாஜி பார்த்துருக்க, ரஜினி பார்த்துருக்க, கமலை பார்த்துருக்க. உன்னை மாதிரி நடிக்கണ பார்த்ததே இல்லைടാ. നമസ്കാരം. സാംസാറേ, നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോവാണ്. ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറേക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതായത് പോലീസുകാരതില്ല എന്നാണ്. അപ്പോൾ സാറെന്ന് പറയും തല്ലില്ലെന്ന് പറയും അല്ലേ? ഇനി അഥവാ നിന്നെ തല്ലിയെന്നോ നിനക്ക് വേദനിച്ചു എന്നാണ് നീ പറഞ്ഞു, നിന്നെ തിരിച്ച് ജഡ്ജിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് ഡോക്ടറിൻ്റെ കാലിലല്ല, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയിലാണ്. വണ്ടിയിൽ വെച്ച് നിനക്ക് ഞാൻ കുറച്ചുകൂടെ മരുന്ന് തരും. എന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി താഴും. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് ഒരു കേസോട് എൻ്റെ പെടലേക്ക് വെച്ചിരും. അത് നീ ജീവനോടുണ്ടെങ്കിൽ മാത്രം. നീ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അല്ലെങ്കിലും ഒരുപാട് ഇഷ്ടമുള്ളവർ നമ്മളോട് എന്ത് ചതി എന്ന് പറഞ്ഞാലും നമുക്കവരെ കൊല്ലാനൊന്നും പറ്റില്ല. താലിയേട്ടൻ കഴുത്തിട്ട് കൊടുത്തപ്പോൾ നീ ഓർത്തു. സങ്കടമുണ്ട് എന്ന് കരുതി ഞാനിതും വിചാരിച്ചുകൊണ്ടിരിക്കാനൊന്നും പോകില്ല. ഈ റൂം വിട്ട് പുറത്തു പോയ പിന്നെ എനിക്കൊരു ഓർമ്മയാണ്, വെറും ഒരു ഓർമ്മ. ആയിഷ, ആയിഷ, സോറി ആയിഷ. അല്ലെങ്കിൽ രാത്രി പേടിയും കരുതില്ല. വീട്ടിനിട്ട് നിൽക്കാനിരിക്കാൻ പറ്റില്ല. നിൽക്കുമ്പോൾ ശരിക്കും നടക്കുമ്പോൾ കൈ നില പറിക്കും. സത്യം പറയാലോ, എൻ്റെ അത്ര ഭംഗിയുള്ളൊരു പെണ്ണെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. എൻ്റെ അമ്മയുടെ സത്യം. എന്നിങ്ങനെ നോക്കില്ല, ഞാൻ മരിച്ചു പോവും. ഇപ്പോൾ ഭയങ്കര ആശ്വാസം. എന്താ പറയുക, ഈ 14 ദിവസം ഭക്ഷണം കഴിക്കാതെ മുമ്പിൽ ചിക്കൻ ബിരിയാണി അടച്ചാൽ എന്തായിരിക്കും?
അതാ പിന്നെ അവസ്ഥ. വെള്ളമില്ലാതെ ഊണുറക്കില്ലാതെ ഒരു 100 കൊല്ലാൻ ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും എനിക്ക്. അല്ല ഒന്നും പറ്റില്ലായിരിക്കും, പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിനക്കുള്ള ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കാൻ ദേ ഇത്ര ലേറ്റായി പോയി. എലി ഒരു കാര്യമില്ലെന്ന് നിന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, ഒരാവശ്യമില്ലെന്ന് നിന്നെ വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും നിൻ്റെ വാല്യൂ എനിക്ക് അറിയില്ലായിരുന്നു. നീ ഇല്ലാത്ത ലൈഫ് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ എലി നീ കാരണം എൻ്റെ അച്ഛനും അമ്മയും സന്തോഷിച്ചപ്പോൾ ആ സന്തോഷം എൻ്റെ ലൈഫിലും വേണമെന്ന് തോന്നി. എന്നാൽ രാത്രി എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അതായാലും ഞാൻ ഓടി വന്നത് നിന്നെ കാണാൻ. എലി എലി ഞാനല്ലേ, ഞാനിങ്ങനെയല്ലേ. ഇതേ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാക്ഷരത. കണക്ഷനില്ലേ, സ്കൂൾ കഴിഞ്ഞാൽ എൻ്റർസിനില്ലേ, ഡിഗ്രി കഴിഞ്ഞാൽ ജോലി കിട്ടിയില്ലേ, ജോലി കിട്ടിയ എത്ര ശമ്പളം, നല്ല ശമ്പളം കിട്ടിയ എപ്പോൾ കല്യാണം, കല്യാണം കഴിഞ്ഞാൽ കുട്ടികളായില്ലേ, കുട്ടികളായില്ലെങ്കിൽ ഡോക്ടറിൻ്റെ നമ്പർ വേണം, കുട്ടികളെ இதே ചോദ്യം சீசன் 2 இந்த பார்ப்பா உனக்கு கொள்றதை மோட்டிவே கிடையாது, உனக்கு இருக்கு அதுக்கும் மேல என்னை கண்டுபிடிச்சு தூக்கூட சபதம் போட்டிருக்கான் சத்யவான். என்னை காப்பாத்துப்பா, உன் ஃப்ரெண்டை பற்றி உனக்கு தான் தெரியும். சரி நீ பார்த்துக்கோ, ஆனால் எனக்கு ஆவி கொடுத்துடாது. சின்ன வயசு வாழ்க்கையில் பார்க்க வேண்டிய நிறைய இருக்குல்ல. അയ്യോ സാറേ, ഞാനിവിടെ ഒന്നും പോയിട്ടില്ല. എൻ്റെ പേര് ജോസഫ് കുരുവിള, ഇതാണ് എൻ്റെ നാട്. ഞാനിവിടെ ഒരു ബേക്കറി നടത്തുന്നു. ഫാമിലി ബിസിനസ് ബ്രിട്ടീഷ് കാലത്തിൽ വല്യപ്പച്ചൻ നിക്കോളസ്, അത് കഴിഞ്ഞ് ഒപ്പച്ചൻ കുരുവിള, പിന്നെ ഞാൻ. ഒരു ശരി ആക്സിഡൻറ്റ്, അറിയാതെ ചേട്ടൻ്റെ പേരിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഇനി അതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട. അതാം പ്രാറ്റി തിരിച്ച് മേടിക്കാൻ വന്നു. ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ ഇല്ല നിൽക്കണോ? ചിഞ്ചു അളയിളയില്ല ഉമ്മ എന്തല്ല, ഇത് ഞാനാ. എന്താ ഇപ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി കലോത്സവം അടച്ചിട്ടാ എട്ടപ്പേടിയില് പയ്യന് വെച്ചടാ കാര്യം പറ. ആയിഷ എന്തായാലും കലോത്സവത്തിലുണ്ടാവും, എനിക്ക് വരണം. വന്നു ആ എനിക്ക് അറ്റൻസ് കുറവാണ്. എൻ്റെത് ഞാൻ തരില്ല. ബോധമല്ലാത്തനെ പറയുന്നേക്ക്. ഏതൊരു അടുത്ത് പങ്കെടുത്താൽ അറ്റൻസ് കിട്ടും. ഞാൻ ആ ദഫ്മുട്ടിൻ്റെ ടീമിലൊന്ന് കയറ്റി. ദഹ്മുട്ട് ആക്കെ ബുദ്ധിമുട്ടാവും. ചിഞ്ചിനെ വിളിച്ചിട്ട് രണ്ടാമത്തെ ലൈൻ്റെ കാര്യം പറയട്ടെ. പുലർച്ചെ വീട്ടിൽ വാ. അലവലാതി. വണ്ടർഫുൾ. ശരിക്കും പ്രജീഷ് ഒരു എഞ്ചിനീയർ ആണ് അല്ലേ? അതെ. ഫസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സെലിബ്രിറ്റി ആരാ? നിവിൻ പോളി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പെട്ടെന്ന് നമുക്കറിയാം നമ്മുടെ വോയിസ് ഇതാണെന്ന് കുറേ നാളായിട്ട് നമുക്കറിയാം. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഓക്കെ ഈ ആക്ടറെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് അങ്ങനെ എങ്ങനെ ഡിസ്കവർ ചെയ്യുന്നത്? അത് ആക്ടറെ ഇമിറ്റേറ്റ് ചെയ്തതല്ല ശരിക്കും. സംഭവം എന്ന് വെച്ചാൽ തട്ടത്തിന് മറയത്ത് മൂവി ഒന്ന് ഇതായി വന്നൊരു ടൈമായിരുന്നു. ആ ഒരു ടൈമിൽ പാട്ടിന് മുന്നേ പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ആ ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഇൻസ്റ്റയല്ല ഫേസ്ബുക്കിൽ ഇതേപോലെ വീഡിയോസൊക്കെ ചെയ്തിടുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അതിലപ്പോൾ ഞാൻ ചുമ്മാ എൻ്റെ വോയിസ് തന്നെ കുറച്ച് ഹസ്കി ആക്കിയിട്ട് ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ കയറ്റി ഒന്ന് ചുമ്മാ ഒന്ന് പോസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ഒരു ചേട്ടൻ ഇതേപോലെ കണ്ടു ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഇത് കുറച്ചൊന്ന് ബിൽഡ് ചെയ്ത് എടുത്താൽ ആ ഒരു വോയിസിലേക്ക് നിനക്ക് എത്താൻ പറ്റും. ഏകദേശം അതിൻ്റെ ഒരു മീറ്ററുള്ള വോയിസ് ആണ്, സോ അത് ട്രൈ ചെയ്താൽ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്താണ് ആ ഒരു വോയിസിലേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച ആ വോയിസ് അല്ലെങ്കിൽ ആ ഡയലോഗ് ഒന്ന് നമുക്ക് കേട്ടാലോ? പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ ഐശ്വര്യമായി നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അതവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിൻ്റെ മുഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തി വെച്ച് ഞാനൊന്ന് മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തന് വിളെ വിട്ടുകൊടുക്കൂല. ഈ ഉമ്മച്ചിക്കുട്ടി ഫ്ലെൻ്റെയാണ്. എൻ്റെ അമ്മ പക്ക ലൈക്ക് എക്സാക്ട് ആ ഒരു കണ്ണടച്ച് കേൾക്കുമ്പോൾ ശരിക്കും അതേ ഫീൽ തന്നെ കിട്ടുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പ്രതീഷിന്റെ വോയിസ് നിവിൻപോളിയുടെ വോയിസ് ഭയങ്കര സിമിലാരിറ്റി, ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ട്. പഴയകാല ശബ്ദമായിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ ബേസ് ഉള്ള ശബ്ദമാണ്. അതെ. അപ്പം നിവിൻപോളിയുടെ ഇപ്പോഴത്തെ വോയിസ് എന്തെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്യാം. Okay. അതായത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മൂവി വർഷങ്ങൾക്ക് ശേഷം Okay. അതില് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. അപ്പോൾ മദ്യപിച്ചിട്ട് ഇങ്ങനെ ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് പറയുന്ന ആ ഒരു 2 മോഡുലേഷൻ ഉണ്ട്. ഒന്നിങ്ങനെ മയങ്ങി ഇരുന്നിട്ട് പറയുന്ന ഒരു മോഡുലേഷനും അതിനുശേഷം കുറച്ച് ഓപ്പൺ ആയിട്ട് അലറി വിളിച്ച് പറയുന്ന ഒരു മോഡുലേഷൻ. ആ 2 മോഡുലേഷനാണ് ശരിക്കും. ഒന്ന് ട്രൈ ചെയ്യാം ആ ഒരു പുതിയ വോയിസ് ഒക്കെ. എനിക്കിതിൻ്റെ ഒന്നും എൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ല.
ഞാനാകെ തകർന്നിരിക്കുകയാണ് ഋഷികേശ് തപ്പപ്പ്. നിനക്ക് ആരായി പേരിട്ടത്? 7 സിനിമ പൊട്ടിയിട്ടുള്ള ആകെ പ്രതീക്ഷയായിരുന്നു. ജീവിതഗാഥകൾ ഇങ്ങനെ ആദ്യത്തെ മോഡുലേഷൻ, ആ ഒരു മയങ്ങി ഇരുന്നിട്ടുള്ള. അതിനുശേഷം അദ്ദേഹം ഒന്ന് ഓണായിട്ട് വരുന്നൊരു ശബ്ദമുണ്ട്. അവൻ്റെ മകനും ഇവൻ്റെ മകനും മറ്റവൻ്റെ മകനും കൂടിയാണല്ലോ മലയാള സിനിമ ഉണ്ടാക്കുന്നത്. എൻ്റേതായ സ്ഥാനം ഉണ്ടാക്കുന്നതിനിടയിൽ ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ ചിലപ്പോൾ ഞാൻ 3-4 ബിരിയാണി കൂടുതൽ കഴിച്ചു തരും. അതിൻ്റെ പേരിൽ എനിക്ക് തടിവെച്ച നെഗറ്റീവ് മാത്രം പറഞ്ഞ ചില സോഷ്യൽ മീഡിയ മെക്ലോമാനിയാക്സ് എന്നെ ബോഡി ഷെയിം ചെയ്യുന്നു, ആപാദചൂടം കളിയാക്കുന്നു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ പട്ടികളെ, ബോഡി ഷെയിം ചെയ്യുന്നോടാ പട്ടികളെ. അടിപൊളി, നൈസ്. ഇത് പ്രാക്ടീസ് ചെയ്തത് ആരും ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. സീരിയസ് ഡയലോഗ് അറിയാം എനിക്ക്. അദ്ദേഹത്തിന്റെ മിക്ക മൂവി ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന സ്റ്റാറാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് കുറച്ച് നാച്ചുറൽ ആയിട്ട് അല്ല, ഞാൻ ആ സീനൊക്കെ നോക്കി വെക്കാറുണ്ട്. അപ്പൊ ഡയലോഗ് അറിയാം. അത് ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞാണ് ഞാൻ സാധാരണ ചെയ്യുന്ന നിവിൻ ചേട്ടന്റെ ആ ഒരു ബാംഗ്ലൂർ ഡേയ്സ് ആ ഒരു സമയത്തൊക്കെയുള്ള ഒരു ശബ്ദം. ആ ഒരു ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇങ്ങനെ പതിഞ്ഞിട്ട് സോഫ്റ്റ് ആണ് ഇങ്ങനെ. ദാറ്റ് ഈസ് ബിക്കോസ് after a great consideration, I came to the conclusion that social delusion was a great botheration to the Indian nation whose each occupation was cultivation and irrigation. But with further the contemplation deliberation, I discovered that without globalization observation, there cannot be optimization to make India's transformation to a superpower nation. So, ആ ഇന്റർവ്യൂ വോയിസ് ഇങ്ങനെ ഒരു സൗണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് കുറച്ചുകൂടെ ഓപ്പൺ വോയിസ് ആണ്. അതെ, ഇപ്പൊ കുറച്ചും കൂടി ഒരു മെച്ചൂർ നല്ല വോയിസ് ചേഞ്ച് ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ഈ വോയിസ് ഇങ്ങനെ ഓരോ സെലിബ്രിറ്റീസിന്റെ വോയിസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇത് കേട്ടിട്ട് ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുക? ഫാമിലി ആക്ച്വലി നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യത്തെ ഈ സംഭവം കണ്ടിട്ട് എന്താണ് റിയാക്ഷൻ? ഞാൻ വീട്ടില് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു പ്രത്യേക സംഭവമാണ്. അതായത് ഡോർ അടച്ചിട്ട് റൂമിനകത്തിരുന്നിട്ട് ഇതേപോലെ ഓരോ വോയിസസ് പ്രാക്ടീസ്. അപ്പൊ അമ്മ പുറത്തിരിക്കും, അവൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇത് മിക്കവാറും ഞാൻ ചെയ്യുന്നത് വെച്ചാല് എല്ലാരും ഉറങ്ങി കഴിയുമ്പോഴാണ് ഞാൻ ചെയ്യുക. അപ്പൊ അവർ വരും. അപ്പൊ അവര് കേട്ടിട്ട് അവർക്ക് ഇപ്പോൾ കുറച്ചുകൂടെ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള വോയിസസ് ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്, ഇത് കൊള്ളാലോടാ, ഇത് നീ എങ്ങനെ പഠിച്ച, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ശരി. അപ്പോൾ ഈ ഫസ്റ്റ് ഈ കോമഡി ഉത്സവത്തിൽ കിട്ടിയപ്പോഴല്ലേ അന്നേരം ആ ഷോ കണ്ടിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അത് ശരിക്കും ഒരു വലിയ കഥയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഷോയ്ക്ക് ഞാൻ പോകുന്നു എന്ന് ആദ്യം വെറുതെ പറഞ്ഞില്ല. ആദ്യം ഗ്രൂമിങ് ഇതെന്ന് വെച്ചാൽ അവർ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുക ഓരോ ടൈം. അപ്പോൾ അത് ഓരോ ഷെഡ്യൂൾ ഉണ്ടാവും അതിന്. അപ്പോൾ ആ ഷെഡ്യൂൾ അനുസരിച്ച് ഇപ്പോൾ നമ്മളുടെ ഷൂട്ട് എന്തെങ്കിലും ഒരു സാങ്കേതിക തകരാറ് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ എപ്പിസോഡ് വന്നിട്ടോ നമ്മുടെ ചിലപ്പോൾ തള്ളും. അത് നമുക്ക് ആ മൊമെൻറ്റിൽ അറിയാൻ പറ്റും. അത് അവരുടെ മിസ്റ്റേക്കോ അല്ല, നമുക്ക് വരുന്നതാണ് അങ്ങനെ ഷെഡ്യൂൾസ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ ആദ്യം ഞാനിങ്ങനെ ഫാമിലി അടുത്തെല്ലാം പറഞ്ഞ് ഞാൻ ഷൂട്ടിന് പോവാണ്. നടന്നില്ല, തിരിച്ചു വന്നു. കാര്യം എന്ന് വെച്ചാൽ ആ ഷെഡ്യൂൾ മാറ്റി വെച്ചു. ഭയങ്കര ഡിസപ്പോയിൻമെന്റ്. കാരണം നമ്മൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു ടി വിയിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഈ ചെറുതിലോട്ട് ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ സാധാരണ ആളുകൾ വന്നിട്ട് പെർഫോം ചെയ്യുന്ന കണ്ടോ നമുക്ക് ഇതേപോലെ ഒരു റിയാലിറ്റി ഷോയിൽ അല്ല അങ്ങനെ പെർഫോം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു തോന്നൽ വന്നു. ആക്ച്വലി അത് ചെയ്യാൻ പറ്റാതിരിക്കുകയല്ല, ഷെഡ്യൂൾ മാറ്റി വെച്ചാണ്. അടുത്ത ഷെഡ്യൂൾ വരുമ്പോൾ അതിൽ നമുക്ക് പ്രയോറിറ്റി ഉണ്ട്. അങ്ങനെ നെക്സ്റ്റ് ആ ഒരു ഷെഡ്യൂൾ വന്നു, അതിൽ ചെന്നു. അതാരും പറഞ്ഞില്ലേ, കാര്യം ഇതിങ്ങനെ മനസ്സിൽ കിടക്കല്ലേ. അപ്പോൾ അതിലെനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റിയപ്പോൾ തന്നെ പാതി ആശ്വാസം. ഞാൻ ഉടനെ വീട്ടിൽ പുറത്ത് വന്നിട്ട് സ്റ്റുഡിയോയ്ക്ക് പുറത്ത് വന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, അമ്മ എന്നെ പോലെ ചെയ്തു, കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റി, അത്യാവശ്യം നല്ല റെസ്പോൺസൊക്കെ ഉണ്ടായിരുന്നു ജഡ്ജസ് ആയാലും. അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിരുന്നു. എന്നിട്ട് വീട്ടിൽ വന്നു. പിന്നെ എപ്പിസോഡിനുള്ള വെയിറ്റിംഗ് ആയി. നമ്മളിങ്ങനെ നോക്കും നമ്മളുടെ ഒരു ഷെഡ്യൂൾ ആരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എപ്പിസോഡ്സ് വരുമ്പോൾ നമുക്കറിയാം അടുത്ത നമ്മളുടെ അതിനിടയ്ക്കും ഒരു ഷിഫ്റ്റായി ഒന്ന് എപ്പിസോഡ്. അതായത് ഇതിനിടയ്ക്ക് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് 2 വന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് അവരതനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എപ്പിസോഡ് പിന്നെയും തള്ളി. അപ്പോൾ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇരിക്കുകയാണ്, ഇത് വരുമോ അവർ വിളിച്ച് ചോദിച്ചാൽ അവർക്കും കറക്റ്റ് പ്രോപ്പർ അറിയില്ല, അവരും തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫ്ലവേഴ്സ് സ്വിച്ച് ചെയ്തപ്പോൾ പെട്ടെന്ന് അതിൽ ഞാൻ കാര്യം പ്രൊമോ ഇടും, നെക്സ്റ്റ് വീക്കിലെ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് പ്രൊമോ ഇടും. അതിൽ പെട്ടെന്ന് ഞാൻ വന്നുപോയി. ഞാൻ എന്താ പറയുക, ആരും കണ്ടില്ല, പോയി. പിന്നെ അന്ന് മൊത്തം ഫ്ലവേഴ്സ് വെച്ചു ഇത് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ല, പ്രൊമോ കണ്ടില്ല. അപ്പോൾ അമ്മ പറയണ നിനക്ക് തോന്നിയിരിക്കും അതാ ഇതാന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ അതിന് ശേഷം പിറ്റേന്ന് ഇതുപോലെ ഫ്ലവേഴ്സാണ് ഫുള്ള് വെച്ചിരിക്കുന്നത്. അന്ന് രാത്രിയിൽ ഈ പറയുന്ന പോലെ ഒരു 11 മണി സമയത്ത് എന്തോ പ്രൊമോ പിന്നെ വന്നു. അപ്പോൾ അവർ വിളിച്ചുണർത്താൻ പറ്റില്ലല്ലോ, ഫോണിൽ ഫോട്ടോ എടുത്തു. ഓക്കെ. എന്നിട്ട് പിറ്റേന്ന് മോർണിംഗ് പറഞ്ഞത് ഇതേപോലെ വന്നിട്ടുണ്ട് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു ഓക്കെ, അപ്പോൾ ഈ ആഴ്ച ഉണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ എല്ലാവരും ആ ടൈമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അത് കാണാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം ഞാൻ പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട്, പ്രോഗ്രാം വരുന്നുണ്ട്, കണ്ടിട്ട് പറയണം. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ്. എൻ്റെ ഒരു സെയിം പൾസിലുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും സപ്പോർട്ടീവായിട്ടുള്ള ആളുകൾ, എല്ലാവരും ഭയങ്കര ഹാപ്പി. എല്ലാവരും ഫാമിലി ആയിട്ട് വീട്ടിലെല്ലാം പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുക. അൺഫോർച്ചുനേറ്റ്ലി ആ എപ്പിസോഡ് എനിക്ക് കാണാൻ പറ്റിയില്ല. അതെന്താ? കറണ്ട് പോയി. അയ്യോ, മൊത്തം നെഗറ്റീവാണ്. ആ സമയത്ത് എല്ലാവരുമായിട്ട് ഇരിക്കുക. അച്ഛനമ്മ എല്ലാവരും, അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ ഉണ്ടാകുന്ന ആ സമയത്ത്. അപ്പോൾ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്ന് കാണാനായിട്ട് വന്നു. കറക്റ്റ് ആ ഒരു ടൈം ആയപ്പോൾ കറണ്ട് പോയി. ഒരവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എപ്പിസോഡ് കണ്ടിട്ട് എല്ലാവരും ആ ഒരു ടൈം എനിക്ക് വാട്സപ്പ് ചെയ്യാണ്, എടാ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, ഫോട്ടോ ഒക്കെ എടുത്തേക്ക്. ഞാനിങ്ങനെ ഓക്കെ താങ്ക് യു എന്നൊക്കെ. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, എൻ്റെ വീട്ടുകാർക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് ഇതുണ്ടായിരുന്നു, റിപ്പീറ്റ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. മോർണിംഗ് കണ്ടു, ഹാപ്പി. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഫസ്റ്റ് എപ്പിസോഡ് എക്സ്പീരിയൻസ്. എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയ കോംപ്ലിമെന്റ്സ് ആരുടെയായിരുന്നു? എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മളെ കുറെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ നിവിൻ പോളി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കണ്ടുപിടിച്ചതായിരുന്നു. നിവിൻ പോളി കഴിഞ്ഞിട്ട് ശരിക്കും പക്രു ചേട്ടൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തത്. കാര്യം അതെല്ലാം ഒരു ലോ ഇതിൽ വരുന്ന വോയിസ് ആണ്. ചെറിയൊരു സംഭവം. ഓക്കെ, ഇപ്പോൾ പക്രു ചേട്ടൻ ഈ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നു. ഓക്കെ. അപ്പോൾ പക്രു ചേട്ടൻ്റെ ഇന്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസ്. പക്രു ചേട്ടാ, അപ്പം നമ്മുടെ ഇന്റർവ്യൂവിനോട് വന്നതിൽ ഒരുപാട് താങ്ക്സ് പറയാണ് ആദ്യം തന്നെ. ഇപ്പം എന്താണ് നിലവിൽ സിനിമകളുടെ ഒക്കെ ഒരു സ്റ്റേറ്റസ് എങ്ങനെയാണ്? ഒരുപാട് സന്തോഷം ശരിക്കും ഈ ഒരു ഇന്റർവ്യൂവിന് വരാൻ പറ്റിയതിൽ. എനിക്കിപ്പോൾ പുതിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്, ഡിസ്കഷനിൽ ഇരിക്കുകയാണ്. അതിന് ശേഷം എന്തായാലും ഉടനെ ഒരു സിനിമ ഉണ്ടാവും, അതിന്റെ അനൗൺസ്മെന്റ് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. എന്തായാലും ഈ ഒരു രീതിയിൽ അദ്ദേഹം ലൈവായിട്ട് സംസാരിക്കും. പെട്ടെന്ന് പ്രതീക്ഷ സ്വിച്ച് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇതാരാ. പക്ഷെ ഇത് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഈ വോയിസ് ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് പോയി സംസാരിക്കും. ഈസി ആയിട്ട് അത് ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് ഒരു പിച്ച് വേരിയേഷൻ വരുന്നതാണ്. ഈ പക്രുച്ചേട്ടന്റെ വോയിസ് കോമഡി ഉത്സവത്തിൽ ചെയ്തപ്പം ഭയങ്കര അത് വൈറലായിരുന്നു ആ ടൈമിൽ. അതല്ലേ, അതിന് കിട്ടിയ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അത് ശരിക്കും റെസ്പോൺസ് ആയിട്ട് പറയാം, അതിനുശേഷമാണ് കൂടുതൽ ആളുകൾ എന്നെ മനസ്സിലാക്കിയത്, റെക്കഗ്നൈസ് ചെയ്തത്. കാര്യം ആ എപ്പിസോഡ് ആ സമയത്ത് പക്രുച്ചേട്ടൻ്റെ അങ്ങനെ വോയിസ് ആരും ചെയ്യാതിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ ഒരു എപ്പിസോഡ് അതിൽ അദ്ദേഹം പറയുന്ന വളരെ ഡെപ്ത് ഉള്ളൊരു ഡയലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടുതൽ ആളുകളിലേക്ക് സ്ട്രൈക്ക് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിനും അത് കണ്ണ് നിറയിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം തന്നെ റിപ്പീറ്റ് ഏകദേശം ഒരു 5-6 തവണ മേലെ റിപ്പീറ്റ് ടെലികാസ്റ്റ് വന്നു അത്. അപ്പോൾ അതും വീണ്ടും ആളുകൾക്ക് നീ പിന്നെയും വന്നെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് അയച്ചു തരും. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെയും വന്നു. ഓക്കെ, പിന്നെ നമുക്കത് പുതുമയില്ലാണ്ടായി. കാര്യം എല്ലാവരും അത് ആക്ച്വലി അതെല്ലാവരും കണ്ടിട്ടുണ്ട്, പക്ഷെ പലർക്കും ഞാനാണെന്ന് അറിയില്ല. കാര്യം പെട്ടെന്ന് ബുദ്ധിമുട്ടാണ്. അവരെ ഫേസ് അങ്ങനെ ഓർത്തിരിക്കില്ല. ബട്ട് അങ്ങനെ ഒരാൾ വന്ന് ചെയ്തിട്ടുണ്ട്, അല്ലെ അവർ ഷർട്ട് ഇട്ട് പോകുമ്പോഴൊക്കെ ചിലപ്പോൾ മനസ്സിലാവും. അത്രേ ഉള്ളൂ. പിന്നീട് ആ ഒരു സമയത്ത് കോളേജിലുള്ള സമയമായിരുന്നു, PG ചെയ്തുകൊണ്ട സമയമായിരുന്നു. അപ്പോൾ അസോസിയേഷനൊക്കെ കുറെ വലിയ ഫ്ലെക്സ് ഒക്കെ ഫ്രണ്ട് ഗേറ്റിലും ബാക്ക് ഗേറ്റിലും ഹോസ്റ്റലിന്റെ അവിടെ എല്ലാം വെച്ചിട്ട് അവിടെയൊക്കെ നടക്കുമ്പോൾ അതിന്റെ അടിയിലൊക്കെ പോയിരിക്കും. ഇതാണ് ഞാനാണ്. ഞാൻ ആ ഒരു 2 ആഴ്ച അതിന്റെ ഫ്രണ്ട് ഇങ്ങനെ നിന്നിട്ട് ബസ്സൊക്കെ കയറി നിൽക്കും. ഒന്നുമില്ല, എന്റെ ബസ് അപ്പുറത്ത്, പക്ഷെ അതിന്റെ ഫ്രണ്ട് ഇങ്ങനെ ചുമ്മാ നിൽക്കും. എന്നിട്ട് ഞാൻ ഓക്കെ ആരെങ്കിലും വന്നിട്ട് ഇത് ഇയാളല്ലേ എന്ന് ചോദിക്കല്ലേ? അല്ല, അത് ഒരാണ് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് പ്രശ്നമല്ല, ഞാൻ അറിയാണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. അതായത് ഈ ഫസ്റ്റ് എപ്പിസോഡ് വന്നതിൻ്റെ സമയത്ത് എൻ്റെ ലൈബ്രറിയിൽ, അവിടെ നാട്ടിലുള്ള ലൈബ്രറിയിൽ അവർ ഒരു ഇങ്ങനെ ഒരു അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്റിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ശേഷം ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് ബസ്സിൽ കയറാനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ബസ്സിൽ കയറാൻ നിന്ന സമയത്ത് തൊട്ട് ഫ്രണ്ടിലൊരു ബസ് വന്നു. അതിൽ നിന്ന് കുറച്ച് പേര് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ നോക്കി, അവരിങ്ങനെ കണ്ടു, എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു, ചിരിക്കുന്നു. ഞാൻ മനസ്സിലായില്ല, ഞാൻ ചിരിച്ചു. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് പിന്നെ എന്നെ നോക്കി, ഇങ്ങനെ സൈഡിലോട്ടൊക്കെ നോക്കിയിട്ട് തമ്മിലൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലായാണോ എനിക്ക് അങ്ങോട്ട് എന്താ മനസ്സിലാവില്ല. അപ്പോൾ അത് ബസ് പോയി. അപ്പോൾ ഓക്കെ, നോർമലി നടക്കുന്ന ഒരു കാര്യം. രണ്ടാമതൊരു ബസ് വന്നു, അതിൽ ഇതുപോലെ റാൻഡമായിട്ട് നോക്കി ചിരിക്കുന്നു, എന്നെ നോക്കി ചിരിക്കുന്നു. ഇത്രയും പേർക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട് ആദ്യം ഞാനിങ്ങനെ വിചാരിച്ചു. പിന്നീട് മൂന്നാമത് വന്നപ്പോൾ അതുവഴി പോയ അവർ നോക്കിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അവർ വെച്ച ഫ്ലെക്സിന്റെ അടിയിലാണ് ഞാൻ നിൽക്കണത് ബസ് കയറാൻ. അപ്പോൾ അവരത് ഇതോടെ തമ്മിലാണ് നോക്കണത്, ഇവർ ഇതിന്റെ അടിയിലാണോ വന്ന് നിൽക്കണേ എന്നുള്ളൊരു. ഞാൻ അപ്പോഴാണ് അത് കാണുന്നത്. ശരി, ഞാൻ പൊക്കി ഉയർത്തി വെച്ചിരിക്കുക, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല.
2 ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അവിടെ ഒന്ന് വേറെ ഒരു ജംഗ്ഷൻ. അപ്പൊ അതിനടിയിൽ തന്നെ മനഃപൂർവ്വം ഇവരിവിടെ നിൽക്കുകയാണോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അറിഞ്ഞില്ല അത് സത്യമായിട്ട്. Right, അതാണ് ആൾക്കാർ സ്ട്രേഞ്ച് ആയിട്ടൊക്കെ നോക്കി. സ്ട്രേഞ്ച്, അതെ, ഞാൻ വിചാരിച്ച പരിചയമുള്ളതാണ് നോക്കുമായിരിക്കും. അപ്പം ഈ ഒരു നമ്മൾ ഷോസ് ചെയ്യാൻ തുടങ്ങുന്നു, അങ്ങനത്തെ കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് കടക്കുമ്പോൾ അല്ലേ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും അത് ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയല്ലേ? സ്റ്റേജ് ഷോ ആക്ച്വലി നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന പോലെയല്ല, അതായത് ഒരു ഷൂട്ട് ചെയ്തിട്ട് ചെയ്യുന്ന പോലെയല്ല, ലൈവാണ്. ലൈവാണ്. തൊട്ട് ഫ്രണ്ട് ഇരിക്കുന്ന കൈ കിട്ടുന്നിടത്ത് എറിയും. ഒറ്റ പ്രാവശ്യം പാളി കഴിഞ്ഞാൽ അത് പോയി കംപ്ലീറ്റ്. അതെ. അപ്പോൾ നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്ത് അത്രയും ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാൻ നോക്കാം മാക്സിമം. നമ്മൾ അല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഫുൾ സാധനം കയ്യിൽ നിന്ന് പോകും. അപ്പം എനിക്ക് ടെൻഷനായിട്ടൊന്നും വരാറില്ല, കൂളായിട്ട് ഇന്ന് ചെയ്യാറുണ്ട്. അപ്പം